ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗ് കണ്ടാലോ. അപ്പോൾ ഇതേ സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയതിന് ശേഷം നേരത്തെ ഈ ഒരു നെയ്വട കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് അങ്ങോട്ട് പോയില്ല, പറയുമ്പോൾ ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും പോയില്ല, കാരണം മധുരം കുറച്ച് ഓവറായിരുന്നു. അങ്ങനെ ഇതേ നേരെ ചോറുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് പുത്തനത്താണി വരെ പോകണം. ഒരു 2 ഹാമ്പർ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതും ഡ്രസ്സ് ഹാമ്പർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും ഹാമ്പർ ബോക്സും ചോക്ലേറ്റ്സും ഒക്കെ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു. ഞാൻ ഏത് ഷോപ്പിലാണ് പോവുക അങ്ങനെ കറക്റ്റ് ഇല്ലേ, ഞാൻ ഇക്കപ്പോൾ എവിടെയാണോ പോകാൻ തോന്നിയത് അപ്പോൾ അവിടെയാണ് പോയി പർച്ചേസ് ചെയ്യാറാണ്. ഇന്ന് ഞാൻ സോയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കസ്റ്റമറിന് കുറേ നേരം ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു, അവർക്ക് പറ്റിയ ഡ്രസ്സിന് പർച്ചേസ് ചെയ്തു. ബില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേരെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നു പാത്രങ്ങൾ മേടിക്കാനായിരുന്നു. ഉമ്മാരെ കൂടെ പാത്രം മേടിക്കാൻ പോയുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. ആ ഷോപ്പിൽ എന്തൊക്കെയുണ്ടോ ആ സെക്ഷനിൽ മുഴുവനുള്ള സാധനങ്ങളും ഉമ്മാർക്ക് വേണ്ടി വരും. ഒരു പാത്രക്കടയിൽ കയറിയാൽ എല്ലാ ഉമ്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആവും. അങ്ങനെ അത് പിച്ചിടയിൽ കൂടെ അവർക്ക് എന്തൊക്കെയോ കാര്യം സാധിക്കുന്നുണ്ട്. ഈ ഒരു പാത്രം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ഗ്ലാസിൻ്റെ സെക്ഷനിലെത്തി, അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് എടുത്ത് എഗെയിൻ നമ്മൾ സ്റ്റീലിൻ്റെ സെക്ഷനിലും കൂടെ എത്തി, അവിടെ നിന്നും കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് അങ്ങനെ ദേ ഒരു ചിരവൊക്കെ പോയിട്ട് ദേ 2 സഞ്ചി നിറയെ സാധനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ മൺചട്ടിയും എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഈ പൂള ചിപ്സ് കണ്ടപ്പോൾ എനിക്കെന്തോ അത് മേടിക്കാൻ തോന്നി, അതും മേടിച്ചു. പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി കയറി പാടിന് ഞാൻ പൂള ചിപ്സ് പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. കാരണം എനിക്കെന്തോ കടയിലത്തെ പൂള ചിപ്സിനൊക്കെ ഇഷ്ടം ഈ റോഡ് സൈഡിൽ വെക്കുന്നതാണ്. അങ്ങനെ നേരെ പോയിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോയിലേക്കായിരുന്നു. അപ്പോഴേക്കും ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ ക്ലോസ് ആവുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എത്തി. കുറച്ച് ഹാമ്പർ ബോക്സും ഫ്രെയിമും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയേരെ ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റും കുറച്ച് ഐറ്റംസും അവിടെ നിന്ന് എടുത്തേരെ നേരെ വീട്ടിലേക്ക് റിട്ടേൺ അടിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം നേരെ ഞാൻ ഹാമ്പർ ബോക്സുമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഹാമ്പർ ബോക്സിൻ്റെയും ഒരു ലുക്ക് ഇതാണ് വന്നിട്ടുള്ളത്. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫൈനൽ ലുക്ക് കാണിക്കാം. പിന്നെ ഈ ഒരു ഡയറി മിൽക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.